ഈ തിരക്കിട്ട് പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? അതെ, ഞാൻ ഇന്ന് ലോകനാർക്കാവ് അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് ചേച്ചിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. 11:45 എൻ്റെ ട്രെയിനിന് 11:40 ഓടിപ്പിടിഞ്ഞെത്തുന്ന ഞാൻ ട്രെയിൻ കിട്ടി ദേ ചേച്ചിനെ കണ്ടു. ചേച്ചി എന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മ തന്നുവിട്ട പൊതിച്ചോറൊക്കെ ഞങ്ങൾ കാലിയാക്കി. സത്യത്തിൽ ചേച്ചി ബുക്ക് ചെയ്താൽ വന്നിരുന്നത്, എനിക്ക് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചാടി കയറി വന്നതാണല്ലോ. പിന്നെ TTRോട് സംസാരിച്ച് അതൊക്കെ സെറ്റാക്കി ഒരു ബുക്കൊക്കെ വായിച്ചപ്പോഴേക്കും നമ്മളിതാ വടകര എത്തി. വടകര ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ അവിടുന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തി. ഇതാട്ടോ നമ്മുടെ റൂമാണ്. ഞങ്ങൾ റൂമിലെത്തി. നല്ല ഭംഗിയുള്ള ഒരു ഫുൾ മിററായിരുന്നു. അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ചേച്ചി നല്ല ക്ഷീണത്തിലായിരുന്നു. ചേച്ചി ഉറങ്ങിയപ്പം ഞാനും കൂടെ കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഇതേ ഞങ്ങൾ ഇനി വൈകിട്ടാണ് പ്രോഗ്രാമിന് വേണ്ടി റെഡി ആവാൻ പോവുകയാണ്. അതിനു മുമ്പ് ചേച്ചി ഇതാ പ്രോഗ്രാമിന് ചേച്ചിക്ക് ആങ്കറിങ്ങും ഉണ്ട്, ചേച്ചിയുടെ പാട്ടും ഉണ്ട്. രണ്ടിനും കൂടെ ഒരു ചെറിയൊരു പ്രാക്ടീസിലാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഒരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, നേരം കിട്ടിയില്ല. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും വലിയൊരു ക്രൗഡ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സ്കൂൾ കലോത്സവങ്ങളിൽ ചേച്ചി സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പിടപെടാ ഇരിക്കാറുണ്ട്. അതേ ഫീലായിരുന്നു എനിക്കിപ്പോഴും. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. ചേച്ചിയുടെ പാട്ടോട് കൂടിയായിരുന്നു പ്രോഗ്രാം. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഇതായിട്ടോ, എല്ലാവരും വളരെ കൂട്ടായി നിന്ന് നല്ലൊരു ഇതായിരുന്നു നമ്മളോട് സംസാരിക്കാനൊക്കെ. ദെൻ നമ്മളുടെ ഗസ്റ്റ് ഇന്ന് അനുമോളായിരുന്നു, നമ്മുടെ ബിഗ് ബോസിലെ അനുമോൾ സംസാരിച്ചു. നല്ല ക്യൂട്ടായിട്ടാണ് സംസാരിച്ചത്. അതിനുശേഷം നമുക്ക് പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ വേറെ ഒരുപാട് പേരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ചേച്ചിയുടെ ഫാൻസാണ്, അവരെല്ലാവരും വന്ന് ഫോട്ടോ എടുത്തു. ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്പലത്തിലെ പ്രസാദം ആണ്, ഞങ്ങളത് കഴിച്ചതിന് ശേഷം അമ്പലത്തിന് ചുറ്റും ഒന്ന് പോയി കണ്ടു. നമുക്ക് തൊഴാൻ പറ്റിയില്ല, ആ സമയത്ത് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ കണ്ട് അതിലൂടെ കുറേ നേരം നല്ലൊരു സമയം അവിടെ ചിലവഴിച്ചു. നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. നമുക്ക് നാളെ രാവിലെയാണ് ട്രെയിൻ ഉള്ളത്. സോ രാവിലെ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ ഈ ഒരു സ്കേർട്ടല്ല പാൻറ്റ് പോലെയാണ്, അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. നല്ല കംഫർട്ടായിട്ടുള്ള ഒന്നാട്ടോ. അങ്ങനെ ചേച്ചി പോയി. ചേച്ചി ബുക്ക് ചെയ്തിരുന്നല്ലോ ഓൾറെഡി. ഞാൻ അതിന് ശേഷമുള്ള ട്രെയിനാണ് പോകുന്നത്. അങ്ങനെ ആ ട്രെയിനിന് പോകുന്നു. ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളുടെ പരപ്പനങ്ങാടി എത്തി. വീടെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.